1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. ഇതിൽ അഭിവൃദ്ധി, അതായത് പല തലങ്ങളിലും ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലിക്കുള്ള സാധ്യതയായിരുന്നാലും സാമ്പത്തിക അഭിവൃദ്ധിയായിരുന്നാലും എല്ലാ തരത്തിലും ഒരു ഐശ്വര്യം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. പല രീതിയിലും ധനമാർഗം ഉണ്ടാകാം, പ്രശസ്തി ഉണ്ടാകാം, ദാമ്പത്യ സൗഖ്യവും ശരീര സുഖവും ഉണ്ടാകാം, ശത്രുക്കൾക്ക് നാശമുണ്ടാകാം, സഹോദരങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം, ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിക്കാം, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കാം, ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നെങ്കിൽ അതിനെല്ലാം ശാന്തി ഉണ്ടാകും. കാര്യങ്ങൾക്ക് എല്ലാം തടസ്സമില്ലാതെ നടന്നു കിട്ടും. കടക്കണിയിൽ നിന്ന് മോചനം കുറച്ചെങ്കിലും ലഭിക്കും. ഈശ്വര കടാക്ഷമുള്ള ഒരു സമയമാണിത്. ഇനി ചില ഗ്രഹങ്ങൾ മോശരാശിയിൽ നിൽക്കുന്നതിനാൽ മക്കൾക്ക്, അതായത് സന്താനങ്ങൾക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട്. മനഃശാഞ്ചല്യം ഉണ്ടാകാം. മനസ്സിന് ഒരു നിയന്ത്രണം ഇല്ലാതെ എന്തൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ചില സമയങ്ങളിൽ ഇതിൽ ഉണ്ടാകാം. ഔദ്യോഗിക ജീവിതത്തിൽ അശ്രദ്ധ കാണിച്ചാൽ പദവി തരം താഴ്ത്തപ്പെടാം. അകാരണമായ ഭയം ഉണ്ടാകാം. അതുപോലെ പുത്രനോ പുത്രിയോ ദൂരദേശത്തേക്ക് പഠനത്തിനോ ജോലിക്കോ പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രായമനുസരിച്ചാണ് പറയുന്നത്. ആദ്യം ചിത്തിര നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുകയോ അതിന് തുല്യമായ കോമോ സ്റ്റേജിൽ ആകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തിനേയും ഒരു ഭയം വരുന്ന ഒരു സമയമാണ്. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് മാറാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചവർക്ക്, വളരെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക മികവും ഒരു അന്തസ്സുള്ള ഒരു ജീവിതവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യവുമുണ്ട്. വിവാഹം പറ്റിയ ഇണയെ കണ്ടുപിടിക്കുന്നതിനും വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. കൂടാതെ നല്ല മിത്രങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുകയും സാധ്യതയുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. ചെയ്യാത്ത തെറ്റുകൾക്ക് വഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ ഉണ്ടാവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇണയുടെ വേർപാട്, ചിലപ്പോൾ ജോലിക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ബന്ധം വേർപെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരാം. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ പലരും നിങ്ങളെ തെറ്റിദ്ധരിച്ച് അതുമൂലം ഒരു അകൽച്ച ബന്ധുക്കളുമായിട്ടുണ്ടാകാം. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ആ കഷ്ടങ്ങൾക്കെല്ലാം, ആ ദുഃഖങ്ങൾക്കെല്ലാം ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. ഏറെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളെല്ലാം നിങ്ങൾക്ക് കുറയുന്നു. മനസ്സിനൊരു ശാന്തി ലഭിക്കുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക്, അതായത് പേരക്കുട്ടികൾക്ക് ചില അസുഖങ്ങളൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ചെറിയ ചെറിയ അസുഖങ്ങളാണ്. അതുപോലെ ധനവരവ് കുറയാം. പൈസ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കുറയാം. നിക്ഷേപങ്ങളിൽ നിന്ന് ആവശ്യത്തിന് പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ അത് ചിലപ്പം കിട്ടാത്തൊരു സാഹചര്യമുണ്ടാകാം. അടുത്ത ചോതി നക്ഷത്രത്തിൻ്റെയാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ആ രോഗങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രായത്തിനനുസരിച്ച് ഒരു പക്വതയില്ലാത്ത ഒരു അവസ്ഥ വരാം. എല്ലാത്തിനെയും ഏതിനെയും ഒരു ഭയം മൂലം കാണുന്ന ഒരവസ്ഥ വരാം. മരണതുല്യമായ പല ആപത്തുകളും വരുന്നതിന് സാധ്യതയുണ്ട്. ദാരിദ്ര്യം വന്നേക്കാം. ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്ത ഒരു അവസ്ഥയും ചില ചോതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. എന്നാൽ പിന്നീട് അതെല്ലാം ക്രമേണ നേരെയാകുന്നു.
12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങൾക്ക് ശേഷം അല്പമായി ജീവിത പുരോഗതി അവർക്ക് കൈവരിക്കാൻ തുടങ്ങും. ധനവും ധാന്യങ്ങളും നല്ല വസ്ത്രങ്ങളും നല്ല വാഹനങ്ങളും വീടും എല്ലാം അവർക്ക് ലഭിക്കും. കൂടാതെ ഉയർന്ന പദവിയുള്ള ഉദ്യോഗവും അവർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ അധികാരം ഉള്ള ജോലി ലഭിക്കാം. ഭൂസ്വത്തുക്കളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് അസൂയാലുക്കളായിട്ടുള്ള ചില ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അപവാദം പരത്തുന്നു. അതുമൂലം നിങ്ങൾക്ക് മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ആയതിനാൽ നിങ്ങൾക്ക് അതൊക്കെ വിട്ടുകളയുക. ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും മാനഹാനി വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നു. വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കാം. നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ബന്ധുക്കൾ അത് സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചു വരാം. പലവിധ സന്തോഷമായ കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. പിന്നെ പ്രമേഹം രോഗം ഉള്ളവരാണെങ്കിൽ അത് ഇങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. വൈദ്യസഹായം ലഭിച്ചാൽ മതി. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വലിയ പ്രശ്നങ്ങളില്ല. വസ്തുവകകൾ സംബന്ധിച്ച കേസുകൾ, തർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കൂടാണ്ട് തന്നെ നിങ്ങളെ ബലമായി പിടിച്ച് കൊണ്ടുപോയി വസ്തുവകകൾ കൈക്കലാക്കാൻ ഒരു ശ്രമം നടക്കാനും സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. ആയതിനാൽ ഈ കാലയളവിൽ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. 71 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് ചതി, വഞ്ചന എന്നിവയ്ക്കെല്ലാം പരിഹാരമുണ്ടാകുന്നു. ധാരാളം പണം അവർക്ക് ലഭ്യമാകാം. ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർക്ക് ഈ പ്രായത്തിൽ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പദവി ലഭിക്കുകയും അവർക്ക് അതിൽ സർക്കാർ മുദ്രവെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും അവർക്ക് ഒരു ഭാഗ്യം ലഭിക്കുന്നു. അടുത്ത് വിശാഖം നക്ഷത്രക്കാർക്കുള്ളതാണ്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കാം. ആരോഗ്യവും തൃപ്തികരമായിരിക്കും. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരാം. കൂട്ടുകെട്ട് മോശമെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അവസാന 4 വർഷങ്ങൾ കുഴപ്പമില്ലാതെ കടന്നു പോകും. വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ലാതെ തുടരും. തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു. അതിനാൽ കിട്ടിയ തൊഴിൽ ഉപേക്ഷിക്കരുത്. ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിൽ പോകുന്നു. കലാരംഗത്ത് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഉള്ള ഒരു സമയമാണിത്. അതിന് സാധിക്കുന്നു. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന തൊഴിൽ ലഭ്യമാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വീട്, സ്ഥലം, വാഹനം മുതലായവ വാങ്ങുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. അലർജിയുടെ ചില ശല്യങ്ങൾ ഉണ്ടാകാം. ലഭിച്ച തൊഴിൽ പുരോഗതി വരാം. അതിൽ പ്രൊമോഷനൊക്കെ വരാം. അതുപോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവയ്ക്കുന്നതിനും ഭാഗ്യം ലഭിക്കുന്നു. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനലാഭം ഉണ്ടാക്കാം. ധാരാളം ധനം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ധനം നേടാൻ സാധിക്കും. ഐശ്വര്യം നിലനിർത്താൻ വേണ്ട പൂജകൾ ഈ സമയം ചെയ്യുക. സ്വയം ചെയ്താലും മതി പൂജകൾ. പൊതുവെ ഗുണഫലങ്ങൾ ലഭിക്കുന്നൊരു കാലമാണ്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇക്കാലം ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറി നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു. പുതിയ വീട്, പുതിയ വാഹനം വാങ്ങുന്നതിനും ലഭിക്കുന്നു. നിങ്ങൾക്ക് അവാർഡ് ലഭിക്കുന്നതിനും ഒരു ഭാഗ്യം കാണുന്നു. ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നൊരു സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാം. ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം തക്കതായ ചികിത്സ ആ സമയത്തിന് ലഭിക്കുന്നുണ്ട്. അതെല്ലാം മാറി സുഖം പ്രാപിക്കാം. ഒടിച്ചിലും ചതവുകളൊന്നും വരാതെ വീഴാണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ എന്നെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.